നമസ്കാരം, മീഡിയ മൈൻ ന്യൂസിലേക്ക് സ്വാഗതം. കേന്ദ്ര ബഡ്ജറ്റ് സ്വാഗതാർഹമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. വ്യാപാരികൾക്ക് ബഡ്ജറ്റിൽ നേരിട്ട് പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെയില്ലെങ്കിലും മധ്യവർഗ സമൂഹത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുടെ പ്രതിഫലനം ചെറുകിട ഇടത്തരം വ്യാപാരി സമൂഹത്തിന് ഗുണം ചെയ്യുമെന്ന് KVVES സംസ്ഥാന വൈസ് പ്രസിഡന്റും എറണാകുളം ജില്ലാ പ്രസിഡന്റുമായ PC ജേക്കബ് പറഞ്ഞു. ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ച ബില്ല്, ധനകാര്യ ബില്ല് മൊത്തത്തിൽ ഒരു സ്വാഗതാർഹമായ ഒരു ബില്ലാണ്. കേരളത്തിലെ സമസ്ത മേഖലകളിലും ഇന്ത്യയിലെ തന്നെ സമസ്ത മേഖലകളെയും സ്പർശിച്ചുകൊണ്ടുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തുകൊണ്ടുള്ള ഒരു ബില്ലാണ്. അതിനെ ആ രീതിയിൽ എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും അത് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. പൂർണ്ണമായും അംഗീകരിക്കാവുന്ന ഒരു സാമ്പത്തിക ബില്ലാണത്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രതീക്ഷിച്ച പോലെ നമുക്ക് പ്രത്യേകമായ ഒരു പാക്കേജ് പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നമ്മൾ. പക്ഷെ നമുക്കതിന് ഒന്നും കേൾക്കാൻ കഴിഞ്ഞില്ല. നമ്മൾ ഈ മീഡിയയിൽ കൂടി ഇന്ന് കേട്ട കാര്യങ്ങളുടെയും അനൗൺസ് ചെയ്ത വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള അറിവുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന ആദായ നികുതി ബില്ല് വിശാലമായ ഒരു ചർച്ചകൾക്ക് ശേഷം അവതരിപ്പിക്കപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുകയാണ്. അതിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. അതിനോടൊപ്പം തന്നെ ഇത് പൂർണ്ണ ബഡ്ജറ്റായി പാർലമെന്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് വ്യാപാരികളുടെ കാര്യത്തിൽ ഒരു പ്രത്യേകമായ പരിഗണന ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അത് ഈ ഓൺലൈൻ വ്യാപാരവും തെരുവ് വ്യാപാരവും ഒക്കെ വ്യാപാരി സമൂഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റും എന്തെങ്കിലും ഒരു നല്ല പാക്കേജ് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഓൺലൈൻ വ്യാപാരത്തിനൊക്കെ സെസ് ഏർപ്പെടുത്തിക്കൊണ്ട് ഗവൺമെന്റ് കുറച്ച് നിയന്ത്രിക്കണം. ഇതൊക്കെ ചെറുകിട കച്ചവടക്കാർക്കും വലിയൊരു അനുഗ്രഹമായിട്ട് വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നല്ലൊരു ബഡ്ജറ്റായിട്ട് വരട്ടെ, ഞങ്ങൾക്കും പ്രീതിജനകമായ ഒരു ബഡ്ജറ്റായി വരട്ടെ എന്ന് ആശംസിക്കുന്നു. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാറാം അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ചരിത്രത്തിലെ ഏറ്റവും നല്ല ഒരു തിരുത്തൽ ബഡ്ജറ്റായിട്ടും സമൂഹത്തിന് സ്വീകാര്യമായ ഒരു ബഡ്ജറ്റുമായിട്ട് അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അവരെയും നമ്മൾ ഏറെ അഭിനന്ദനത്തോടെ വീക്ഷിക്കുന്നു. ഏതായാലും ഈ ബഡ്ജറ്റിൽ ഇനിയും ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷയോടെയാണ് മുമ്പോട്ട് പോകുന്നത്. എല്ലാം ഭംഗിയായി നടക്കും എന്ന പ്രതീക്ഷയുണ്ട്. ന്യൂസ് ഡെസ്ക്, മീഡിയ മൈൻഡ്.